തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ പലർക്കും അറിയാത്ത ഒരു ക്രൈം ത്രില്ലർ സിനിമയെ പറ്റി പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ക്രൈം ത്രില്ലർ ജോണറിൻ്റെ ഫാനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറാണ് ക്രൈം ത്രില്ലർ സിനിമകൾ. അപ്പം ഞാനത് എവിടെ വന്നാലും എത്ര മോശമാണെന്ന് നമുക്കത് ടെക്നിക്കലി എത്ര പോരാന്ന് പറഞ്ഞാലും നമ്മൾ എടുത്ത് കാണും. ഞാൻ കാണാറുണ്ട്. എനിക്കതിൻ്റെ സസ്പെൻസ് അറിയാനും ഒരു ത്രില്ലിംഗ് ഉള്ളതുകൊണ്ട് കാണാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ എൻ്റെ ചാനലിൽ ഞാൻ വിരാട്ടപ്പാലം എന്ന് പറഞ്ഞ സീരീസിൻ്റെ ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആർക്കും അറിയത്തുമില്ല. പക്ക ഒരു സീരിയൽ ലെവൽ മേക്കിംഗ് ആണെന്ന് നമുക്കതിൻ്റെ ടീസറൊക്കെ കാണുമ്പോൾ അറിയാം. എന്നിട്ട് ഞാനത് ട്രൈ ചെയ്തത് എന്താണ് അതിൻ്റെ സസ്പെൻസ്, എന്തെങ്കിലും പുതുമയുണ്ടോ അതൊന്ന് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എന്നിട്ട് കേൾക്കാത്തൊരിതാണ് ഈ ഒരു സിനിമ. പക്ഷേ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ വിക്കിപീഡിയ നോക്കി ഓൺലൈൻ സെർച്ച് ചെയ്തപ്പം നമുക്കിവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏരിയയിലോട്ടാണ് ഇതിൻ്റെ പേര് നമ്മൾ അധികം കേൾക്കാത്തത്. നമ്മൾ ഈ കൊറിയൻ പടങ്ങൾ, തായ്, ഇങ്ങനെയൊക്കെ പല ത്രില്ലർ ഈ രാജ്യത്തൊക്കെ കാണുമ്പോഴും ചൈനീസ് പടങ്ങൾ, അത് വേറെ കാര്യമുണ്ട്. ചൈനയിൽ ത്രില്ലർ സിനിമകൾ വളരെ കുറവാണ്. ചൈനയൊക്കെ ഒരു 99% സിനിമകൾ അവരുടെ റൊമാൻസ് മാത്രമാണ്, റൊമാൻസ് കോമഡിയാണ്. ബാക്കി ഇങ്ങനെ വരുന്ന കുറച്ച് സിനിമകളുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ നോക്കാറില്ല. അതാണ് മെയിൻ കാര്യം. ഇങ്ങോട്ടാരുമൊന്നും പറയത്തില്ലല്ലോ. നമ്മുടെ നാട്ടിൽ ഒരാൾ അങ്ങനെ തപ്പി പോകുമ്പോഴാണല്ലോ കണ്ട അയാൾ ബാക്കിയുള്ളവരോട് പറയുന്നത്. അപ്പം അതാണ് കാര്യം. വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചൈന അത്രയും വലിയ രാജ്യമായിട്ടും ത്രില്ലറുകൾ വളരെ കുറവാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്, ഒരു ചൈനീസ് സിനിമയാണ്. സിനിമയുടെ പേര് ഓൺലി ദ റിവർ ഫ്ലോസ് എന്നാണ്. ചൈനയിൽ വേറെ എന്തെങ്കിലും പേരാണോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കി രാജ്യങ്ങളിലൊക്കെ ഇംഗ്ലീഷ് അതിൻ്റെ പേര് ഓൺലി ദ റിവർ ഫ്ലോസ് എന്നുള്ളതാണ്. ഒരു ക്രൈം ത്രില്ലറാണ്. ഒരു നാട്ടിൽ ഒരു ഗ്രാമത്തിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. ആദ്യം ഒരു അമ്മൂമ്മ മരിച്ച് അതങ്ങനെ അന്വേഷിച്ച് തുടങ്ങുന്നു. പിന്നെ വേറെ മരണങ്ങൾ നടക്കുന്നു. അത് കൊന്നതാര്, അതാണ് ബേസ് കഥ. ഒരു പുതുമയുള്ള കഥയല്ല. പക്ഷേ ഇതിൻ്റെ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ക്ലാസിക്കൽ സിനിമ. ഇതൊരു ഇന്ന ഡയറക്ടറെ പേര് ഇപ്പം മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ പേര് എഴുതിയിട്ട് അയാളുടെ എക്കാലത്തെയും ക്ലാസിക് എന്നൊക്കെ പറഞ്ഞ ചൈനീസ് കമൻസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അവർ ഇങ്ങനത്തെ സിനിമകൾ കുറവാണ്. അപ്പോൾ ഉറപ്പായിട്ടും അവർ വേറെ ഭാഷകളിലൊന്നും തപ്പത്തില്ല. ഇന്ത്യനോ കൊറിയനോ ഇംഗ്ലീഷ് പോലും ചിലപ്പോൾ കാണുന്ന കുറവായിരിക്കും. അങ്ങനെയുള്ള അവർക്കതൊരു പുതുമ അല്ലെങ്കിൽ ക്ലാസിക് ആയിരിക്കും. നമുക്കതൊരു ക്ലാസിക്കും അല്ല, ഒന്നുമല്ല. ആരും അറിയാത്തൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ അത്രയും ത്രില്ലർ അഡിക്റ്റ് ആണെങ്കിൽ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കൂ. അല്ലാതെ വേറെ ഒന്നും അതിനെപ്പറ്റി പറയാനോ ഒന്നുമില്ല. നല്ല ബോറടിച്ചിരുന്ന് എങ്ങനെയും ഒന്ന് കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്ന് കണ്ട സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഒട്ടും വർക്കായില്ല. ഇത് സജഷൻ എന്ന് ഞാൻ എഴുതിയത് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്നെപ്പോലെ ഞാനിപ്പോൾ എത്ര മോശമാണെന്ന് അറിയാലോ, അതിൻ്റെ സസ്പെൻസ് എന്താണെന്ന് അറിയാൻ കാണും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതൊരു സജഷനായിട്ട് കണ്ടുപോകും. എൻ്റെ പല റിവ്യൂസ് ഉണ്ടാലും അറിയാം. എനിക്ക് ഈ സ്ലോ പേസ്ഡ് പടങ്ങൾ ഇഷ്ടമല്ല. അതെത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമ എന്നുള്ളത് എനിക്കങ്ങനത്തെ പരിപാടികൾ വർക്കാവത്തില്ല. അപ്പോൾ അതും ഒരു കാരണമാവാം. നിങ്ങൾക്കത് ചിലപ്പം വർക്ക് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ട് ഇഷ്ടപ്പെട്ട അഭിപ്രായം സ്പ്രെഡ് ചെയ്യൂ. എനിക്കൊരു ബിലോ ആവറേജ് ആയിട്ടാണ് തോന്നിയത്.